അഭിഭാഷക കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാന കാര്യങ്ങൾ ഇവയാണ്. ആറന്മുള വിമാനത്താവള നിർമ്മാണം വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തും, വരും തലമുറയ്ക്കും ഭീഷണിയാകും. കൊടിമരത്തിന് മുകളിൽ വിളക്ക് സ്ഥാപിക്കണമെന്ന നിർദ്ദേശം താന്ത്രിക വിധികളുടെ ലംഘനമാണ്. ക്ഷേത്രത്തിന്റെ ഗോപുരം വിമാനത്താവളം വന്നാൽ തകർന്നു വീഴാനുള്ള സാധ്യതയുണ്ട്. വിമാനത്താവളം ഉണ്ടാക്കാവുന്ന ശബ്ദമലിനീകരണം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളെ ബാധിക്കും. 4 കുന്നുകൾ ഇടിച്ചു നികത്തേണ്ടി വരും. ക്ഷേത്രത്തിന്റെ സംരക്ഷകരായ മലദൈവങ്ങളുടെ ഇരിപ്പിടമാണ് ഈ മലകൾ എന്നാണ് വിശ്വാസം. ഇത് നികത്തുന്നത് വിശ്വാസികളെ വേദനിപ്പിക്കും. വൻതോതിൽ നെൽവയൽ നികത്തുന്നത് പമ്പാ നദിയിൽ വെള്ളപ്പൊക്കത്തിനിടയാകും. ക്ഷേത്രഗോപുരം വരെ വെള്ളത്തിനടിയിലാകാൻ സാധ്യതയുണ്ട്. വൻതോതിൽ റബ്ബർ തോട്ടങ്ങളും ഇല്ലാതാകും. വ്യോമയാന മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങളെ ലംഘിക്കുന്നതാണ് വിമാനത്താവള നിർമ്മാണമെന്നും റിപ്പോർട്ടിലുണ്ട്. 2 വിമാനത്താവളങ്ങൾ തമ്മിൽ 150 കിലോമീറ്ററെങ്കിലും അകലം വേണമെന്നാണ് മന്ത്രാലയത്തിന്റെ ചട്ടം. എന്നാൽ ആറന്മുളയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് 115 കിലോമീറ്ററേ ഉള്ളൂ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കുള്ള ദൂരം 136 കിലോമീറ്ററാണ്. വിമാനത്താവള നിർമ്മാണം ക്ഷേത്രഘടനയെ ബാധിക്കുമെന്ന ദേവസ്വം ഓംബുഡ്സ്മാൻ റിപ്പോർട്ടിന്മേൽ ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസിലാണ് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദിനെ അഭിഭാഷക കമ്മീഷനായി നിയമിച്ചത്. ഹർജിയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിനെയും വ്യോമയാന മന്ത്രാലയത്തെയും ഹൈക്കോടതി ഇന്ന് കക്ഷി ചേർത്തു. മീഡിയ 1 കൊച്ചി.